നമസ്കാരം സാറേ. നമസ്കാരം ഡെന്നീസേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ചെടികളിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ പടിഞ്ഞാറൻ കാറ്റ് നല്ല ശക്തമായിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ചെടികൾക്ക് കരുത്തില്ല എങ്കിൽ, നാരുകെട്ടിയില്ല എങ്കിൽ ഒടിഞ്ഞു വീഴാനും ഇല കീറാനും ഒക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് കാൽസ്യം എന്നൊരു സോഴ്സ് നമ്മൾ കുമ്മായോ അല്ലെങ്കിൽ COC കലക്കി ഒഴിക്കുമ്പോൾ കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും അത് പോസിബിൾ അല്ലെങ്കിൽ പോലും കായയുടെ വലിപ്പം കൂടാനും അല്ലെങ്കിൽ ഫ്ലവറിങ്ങിനും ഈ നാരുകെട്ടിക്കെല്ലാം കൂടി നമുക്ക് സ്പ്രേകൾ കൊടുക്കുകയാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു കാൽസ്യം കോമ്പിനേഷൻ മെത്തേഡ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഡെന്നീസേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെയും അടിസ്ഥാനം കാൽസ്യം എന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോശങ്ങളുടെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ കോശങ്ങൾ കട്ടി പകരുന്നതും കോശങ്ങളെ അടുപ്പിച്ച് നിർത്താൻ ഈ കോശങ്ങൾ ചിലപ്പോൾ ജോയിൻറ്റ് ചെയ്യാൻ പോലും കാൽസ്യം വേണം. പണ്ട് നമ്മുടെ ഈ ഡാമൊക്കെ ഉണ്ടാക്കാൻ നേരം കുമ്മായമാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെയൊക്കെ സുർക്കി മിശ്രിതത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് അപ്പോൾ കാൽസ്യം നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചെടിക്കും. അപ്പോൾ ചില കാലാവസ്ഥ കൊണ്ടോ ചില പരിചരണങ്ങൾ കൊണ്ടോ ഇത് കിട്ടാതെ പോകും. അപ്പോൾ കാൽസ്യം ശരിക്കുണ്ടെങ്കിൽ നല്ല ആരോഗ്യമായിരിക്കും. നമ്മുടെ എല്ലിനും പല്ലിനും കരുത്തിന് ആരോഗ്യം കാൽസ്യം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ചെടിക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ട് ചെടി ഇങ്ങനെ വഴങ്ങി വരികയും ഒടിയുകയൊക്കെ ചെയ്യുന്ന ഫിസേറിയം അല്ല കേട്ടോ. അല്ലാതെ വരുമ്പോൾ ന്യൂട്രിയൻസിൻ്റെ കുറവിൽ കാൽസ്യത്തിൻ്റെ ഒരു കുറവ് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ കാൽസ്യം കൊടുത്തു കഴിഞ്ഞാൽ ചെടി ആരോഗ്യമാവുകയും ചെയ്യും. ചെടിക്ക് ഉൽപ്പാദനത്തിൽ പോലും വ്യത്യാസം വരും. ഈ ഡ്രോപ്പിങ് വരുമ്പം കാൽസ്യം ചില മൂലകങ്ങളുടെയും പല കാര്യങ്ങളുടെയും അതിൻ്റെ ഫങ്ഷനിങ്ങിന് കാൽസ്യം ആവശ്യമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കാൽസ്യം കൊടുക്കണം. പിന്നെ കാൽസ്യം നമുക്ക് കിട്ടുന്നത് കാൽസ്യം നൈട്രേറ്റ് അങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, കാൽസ്യം ചിലേറ്റഡ് രൂപത്തിൽ വരുന്നുണ്ട്, പല രൂപത്തിൽ വരുന്നുണ്ട്. അതായത് കച്ചി കുറുക്കി എടുക്കുന്ന രീതിയിൽ. അപ്പോൾ ആ കാൽസ്യം നമ്മൾ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവതും ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളുടെ ഒപ്പം കൊടുക്കാതിരിക്കാൻ നോക്കുക. പിന്നെ കോപ്പർ ഫംഗിസൈഡിനൊപ്പം, ഇത് ഫെർട്ടിലൈസറാണ്, അതുകൊണ്ടാണ് പലരും പല കാര്യങ്ങളും ചെയ്യുമ്പം നമ്മുടെ കുമ്മായവും ഈ ഫെർട്ടിലൈസർ കാൽസ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊപ്പം കൊടുക്കാതെ മരുന്നടിക്കുമ്പോൾ കൊടുക്കാം. മരുന്നടിക്കുമ്പോൾ പ്രത്യേകിച്ചുണ്ട് ചില മരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫിക്കസി കുറയ്ക്കും. അപ്പോൾ നമ്മളത് നോക്കി കൊടുക്കുക. പിന്നെ വളങ്ങൾക്കൊപ്പം, ഫോസ്ഫറസ് അടങ്ങാത്ത വളങ്ങൾക്കൊപ്പം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അമിനോ ആസിഡോ ടോണിക്കിനൊക്കെ ഒപ്പം ഈ ചിലേറ്റഡ് കാൽസ്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ശരിക്കും വലിയ അളവൊന്നും വേണ്ട, ഒരു 100-200 ഗ്രാമോ കൊടുക്കുക. വർഷത്തിൽ 2-3 തവണയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചെടിയുടെ കാപിടുത്തം കൂടാനും ചെടിയുടെ തട്ട ഒടിച്ചിലും മാറാനും ഈ വഴങ്ങി വരുന്നില്ലേ അതൊക്കെ മാറാനും വളർച്ചയ്ക്കുമൊക്കെ കാൽസ്യം നല്ലതാണ്. സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും, ഒഴിച്ചു പോവുകയും ചെയ്യും. പിന്നെ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക, ചെയ്യുന്ന വളം ഫോസ്ഫറസ് അടങ്ങിയ വളമാണെന്ന് നോക്കണം. അത് നോക്കിയിട്ട് അത് അറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില മരുന്നിൻ്റെ എഫിക്കസി കുറയ്ക്കും. ചില പീക്ക് ടൈമുണ്ട്, തണ്ടുവരപ്പനൊക്കെ കൂടി നിൽക്കുന്ന സമയം. ആ സമയത്ത് ചില കൊടുത്തു കഴിഞ്ഞാൽ തണ്ടുവരപ്പനടിക്കുന്ന മരുന്നിൻ്റെ ഗുണം കിട്ടാതെ പോകും. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാകുന്നത്.